ഒരായത്തിറക്കിയത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏതോ അത് ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ ഒരാളും നന്മയെ എത്തിക്കൂല. ഈ ആയത്തിറങ്ങി നമ്മളെന്താ കാട്ടുക? നമ്മളെ കയ്യിൽ കുറെ സ്വത്തുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കുറെ സ്വർണം നമ്മുടെ അലമാരയിൽ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ അലമാരയിൽ എടുത്തു വെക്കുന്നത്, അല്ലേ? ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അലമാരയിൽ എടുത്തു വെക്കൂലല്ലോ. ഈ ആയത്തിറങ്ങുന്ന സമയത്ത് നമ്മളെ കയ്യിൽ കുറെ സ്വത്തുണ്ടെങ്കിൽ എന്താ കാട്ടുക? ആരോടും മുണ്ടൂല, അവിടെ വെക്കും, അല്ലേ? ആരോടും മുണ്ടൂല, അവിടെ വെക്കും. പക്ഷേ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ചെയ്തതല്ല. പുണ്യനബിയുടെ അടുക്കൽ വരുന്നോ, നബിയെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്റെ തോട്ടമുണ്ട്, ബൈറുആ തോട്ടം, അങ്ങ് എപ്പോഴും ചെന്നിരിക്കാറുള്ള തോട്ടമല്ലേ? അർജൂ ബിർറഹാ വദുഖ്റഹാ, അതിന്റെ നന്മയെ ഞാൻ ആഗ്രഹിക്കുന്നു നബിയെ. അതിന്റെ നിധിയായ, നാളെയുടെ നിധിയായി അതിനെ മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബിയെ. പറയുന്നു, ദീനിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാൻ, ദീനിന്റെ വഴിയിൽ അങ്ങയുടെ കൈകളിൽ അത് ഏൽപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു നബിയെ. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തോട്ടമാണ്, പുണ്യനബി വന്നിരിക്കാറുള്ള തോട്ടമാണ്, പുണ്യനബി നിഴലുകൊണ്ട് വിശ്രമിക്കാറുള്ള തോട്ടമാണല്ലോ. അവിടെ വെള്ളം കുടിച്ച് ആ അരുവിയിലെ കളകൂജനങ്ങളെ കണ്ട്, വെള്ളത്തിന്റെ കളകൂജനം കണ്ട് പുണ്യനബി സന്തോഷിച്ചിരിക്കാറുള്ള ആ തോട്ടം അതാ പുണ്യനബിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ബൈറുആ തോട്ടം നബിയെ, ഈ ആയത്തിറങ്ങുമ്പോ എന്റെ സമ്പത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന തോട്ടം ഇതാണ്, ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു നബിയെ. പുണ്യനബിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. പുണ്യനബി പറയുന്നു, ദാലിക മാലുൻ റാബിഹ, നല്ല ലാഭമുള്ള സ്വത്താണ് അബൂ ത്വൽഹ, നല്ല ലാഭമുള്ള സ്വത്താണ്. അതുകൊണ്ട് ഖബ്ബൽനാഹു മിൻക, നിങ്ങളിൽ നിന്ന് ഞാനത് സ്വീകരിക്കുന്നു. വറദദ്നാഹു അലൈക, ഞാനത് സ്വീകരിക്കുന്നു, നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരുന്നു. എനിക്കല്ല സ്വതക്ക ചെയ്യേണ്ടത്, ദീനിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാൻ. ഫജഅൽഹു ഫിൽ അഖ്റബീൻ, നിങ്ങളുടെ കുടുംബത്തിൽ പാവപ്പെട്ടവരുണ്ടല്ലോ, നിങ്ങളുടെ നാട്ടിലുള്ള പാവങ്ങളായ നിങ്ങളുടെ കുടുംബങ്ങളുണ്ടല്ലോ, അവർക്കത് സ്വതക്ക ചെയ്യണേ എന്ന് പുണ്യനബി പറഞ്ഞെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്വത്തേതോ അത് അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തില് നാട്ടിലെ പാവങ്ങളെ കണ്ടെത്തി, നാട്ടിലെ പാവങ്ങളായ കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത് വരെ നമ്മൾ നന്മ എത്തിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. പാവങ്ങളെ കണ്ടെത്തുക, അവർക്ക് കൊടുക്കുക, അത് അവർക്കുള്ള ഹക്കാണ്, കൊടുക്കുക. നമ്മുടെ നാട്ടിലാരും കഷ്ടപ്പെടരുത്. മരണപ്പെട്ടവരുടെ പേരിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വതക്ക ചെയ്യുക. നമ്മുടെ വാപ്പ കിടക്കുന്നതും ഉമ്മ കിടക്കുന്നതൊക്കെ ഇതാ ഈ കാണുന്ന പള്ളിക്കാട്ടിലാണ്, ഈ നോക്കിയാൽ കാണുന്ന പള്ളിപ്പറമ്പിലാണ്. നമ്മൾ ഈ പരിപാടി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. നമ്മൾ സുഖസുന്ദരമായി നമ്മുടെ വീടിന്റെ ഉള്ളറയില് ഫാനിട്ട്, AC ഇട്ട്, എന്തൊക്കെ സൗകര്യങ്ങൾ വേണോ അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ കട്ടിൽ, നമ്മൾ മെത്തയിൽ കിടന്നുറങ്ങുമ്പോ ഓർക്കുക, പ്രിയപ്പെട്ട നമ്മുടെ ഉപ്പയും പ്രിയപ്പെട്ട ഉമ്മയും കിടക്കുന്നത് ഇതാ നോക്കിയാൽ കാണുന്ന ഈ പള്ളിപ്പറമ്പിലാണ് അവർ കിടക്കുന്നത്. അവരെ നമ്മൾ മറക്കരുത്, അവരെ നമ്മൾ മറക്കരുത്. ഇത്തരം നല്ല സംവിധാനങ്ങൾ, സംരംഭങ്ങൾ ഇവിടെ നിലകൊള്ളുമ്പോ അവരെ നമ്മൾ മറക്കരുത്, അവരെ നമ്മൾ ഓർക്കണം. അവർക്ക് വേണ്ടി വല്ലതും നമ്മൾ ചെയ്തു കൊടുക്കണം. നാളെ നമ്മളും ചെന്ന് കിടക്കുന്ന സമയത്ത് സന്തോഷത്തോടെ കിടക്കാൻ നമുക്ക് കഴിയണം. ബഹുമാനപ്പെട്ട ബിശ്ർ ബിൻ ഗാലിബ് നജ്റാനി തങ്ങൾ പറയാ, ബിശ്ർ ബിൻ ഗാലിബ് നജ്റാനി തങ്ങൾ ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കാണ്, റഅയ്തു റാബിഅത്തുൽ അദബിയത്തുൽ ആബിദ, മഹദിയായ റാബിയത്തുൽ അദബിയ തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് മഹദിയായ റാബിയത്തുൽ അദബിയെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. കാണുന്ന രൂപം എങ്ങനെയെന്നറിയോ? വകുന്തു കസീറദ് ദുആഇ ലഹാ, എന്നും പ്രാർത്ഥന നടത്തുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്റെ മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയിട്ടുണ്ട്. ഖബറിലാണ് കിടക്കുന്നത്, അവര് ഖബറിലാണ് കിടക്കുന്നതെങ്കിലും അവർക്ക് വേണ്ടി നിത്യവും പ്രാർത്ഥന നടത്താറുണ്ട്. ഞാൻ വല്ലതും അവരെ പേരിൽ ഓതി ഹദിയ ചെയ്യാറുണ്ട്. അവരോടുള്ള ഖൽബിയായ ഒരു മഹബ്ബത്ത്, ഖൽബിയായ ഒരു ബന്ധം അത് കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് തങ്ങൾ എന്റെ സ്വപ്നത്തിൽ വരുന്ന അവര് വന്നിട്ട് എന്നോട് പറയാണ്, യാ ബിശ്ർ ബിൻ ഗാലിബ്,
ഗാലിബേ, കിടന്നുറങ്ങുന്ന ബിശ്ർ ബിൻ ഗാലിബിനെ വിളിച്ചിട്ട് മഹദിയായ റാവിയത്തുൽ അദവിയ്യ തങ്ങളെ വിളിച്ചു പറയാണ്, ഹദായാക തഅതീനാ അലാ തബഖൻ മിൻ നൂരിൻ മുഖ്മറത്തിൻ ബിമനാദീരിൽ ഹരീർ. നിങ്ങൾ നിത്യവും ഫാത്തിഹ ഓതാറുണ്ടല്ലോ, എന്റെ പേരിൽ യാസീൻ ഓതാറുണ്ടല്ലോ, നല്ല നല്ല സദസ്സുകൾ നടക്കുമ്പോ എന്റെ പേരിൽ നിങ്ങൾ സ്വതക്കകൾ കൊടുക്കാറുണ്ടല്ലോ, ഞാൻ കിടക്കുന്നത് ഖബറിലാണല്ലോ, അതൊക്കെ നിങ്ങൾക്കറിയാം. എങ്കിലും നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള നല്ല സംരംഭങ്ങൾക്കൊക്കെ എന്റെ പേരിൽ വല്ലതും സ്വതക്കകൾ കൊടുക്കാറുണ്ടല്ലോ, എന്റെ പേരിൽ ദുആ നടത്താറുണ്ടല്ലോ. അതൊക്കെ ഒരു പച്ചപ്പട്ടിൽ ഒരു പ്രകാശമായി പൊതിഞ്ഞുകൊണ്ട് എന്റെ ഖബറിലേക്ക് നിത്യവും വന്നുകൊണ്ടിരിക്കുന്ന യാ ബിശ്ർ ബിൻ ഗാലിബ്. ആരാ പറയുന്നത്? ലോകം കണ്ട ഏറ്റവും വലിയ മഹദിയല്ലേ, ഏറ്റവും വലിയ ആബിദത്തായ മഹദിയായിരുന്നല്ലോ മഹദിയായ റാവിയത്തുൽ അദവിയ്യ. അവരാണ് സ്വപ്നത്തിൽ വന്നിട്ട് പറയുന്നത്, നല്ല സദസ്സുകൾ നടക്കുമ്പോ, നല്ല നല്ല സംരംഭങ്ങൾ നടക്കുമ്പോ അവിടെ വെച്ചൊക്കെ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യാറില്ലേ, എന്തെങ്കിലുമൊക്കെ സ്വതക്ക കൊടുക്കാറില്ലേ, നന്മകൾ ചെയ്യാറില്ലേ? അതൊക്കെ എന്റെ ഖബറിലേക്ക് ഒരു പച്ചപ്പട്ടിൽ പൊതിഞ്ഞ പ്രകാശമായി എന്റെ ഖബറിലേക്ക് വരാറുണ്ടെന്ന് മഹദിയായ റാബിയത്തുൽ അദവിയ്യ തങ്ങൾ പറയുമ്പോ ബഹുമാനപ്പെട്ട ബിശ്ർ ബിൻ ഗാലിബ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഫകൈഫ ദാക, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ മഹദി പറഞ്ഞു കൊടുക്കുന്നു, വഹകദാ ദുആഉൽ മുഅ്മിനീനൽ അഹ്യാ, ജീവിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങള് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി എവിടെ വെച്ച് പ്രാർത്ഥിച്ചാലും അത് മുഴുവൻ ഇദാ ദഅഉൽ മൗതാ ഫസ്തുജീബ ലഹും, പ്രാർത്ഥിച്ചാലും ഈ പള്ളിയുടെ പരിസരത്തിരുന്നു കൊണ്ട്, ഈ പള്ളിയുടെ പള്ളിപ്പറമ്പിന്റെ ചാരത്തിരുന്നു കൊണ്ട്, ഈ പള്ളിപ്പറമ്പിന്റെ അങ്ങേ തലക്ക് കിടക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അതൊക്കെ അവരെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്ന് മഹദിയായ റാബിയത്തുൽ അദവിയ്യ പഠിപ്പിക്കുന്നു. ഫജഅല ദാലിക ദുആ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളില്ലേ, സഹചാരിക്ക് വേണ്ടി കൊടുക്കുന്ന സഹായങ്ങളില്ലേ, റിലീഫ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മരണപ്പെട്ടു പോയവരെ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന സ്വതക്കകളില്ലേ, അവർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകളില്ലേ, ഈ പ്രാർത്ഥനകൾ മുഴുവൻ ഒരു പ്രകാശത്തിന്റെ അട്ടിയായിട്ട് അല്ലാഹു മാറ്റുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങള് അവിടുത്തെ ഇഹ്യയിൽ പറഞ്ഞ സംഭവമാണിത്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, മഹദിയായ റാബിയത്തുൽ അദവിയ്യ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ബിശ്ർ ബിൻ ഗാലിബ് തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നാട്ടിൽ എവിടെ ഇരുന്നു കൊണ്ട് മരിച്ചുപോയവരെ ഉദ്ദേശിച്ചുകൊണ്ട് സ്വതക്ക ചെയ്താല്, അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയാല്, അവരെ ഓർത്തുകൊണ്ട് വല്ല നന്മയും ചെയ്താല് അത് മുഴുവൻ നന്മയുടെ അട്ടികളായി അതാ മരണപ്പെട്ടവരുടെ ഹദ്റത്തിലേക്ക് ഒരു പച്ചപ്പട്ടിലേക്ക് അതിനെ പൊതിയുകയാണ്. അവർ ചെയ്യുന്ന നന്മയുടെ പ്രകാശമില്ലേ, ഒരു പച്ചപ്പട്ടിലേക്ക് അതിനെ പൊതിയുകയാണ്. പിന്നീട് അത് മയ്യത്തിന്റെ ഹദ്റത്തിലേക്ക്, ഏത് ഖബറിലാണ് കിടക്കുന്നതെങ്കിൽ, ഏത് നാട്ടിലാണ് കിടക്കുന്നതെങ്കിൽ അതിന് വൻകരകൾ പ്രശ്നമല്ലല്ലോ, അതിന് മഹല്ലുകൾ പ്രശ്നമല്ലല്ലോ, രാജ്യങ്ങൾ പ്രശ്നമല്ലല്ലോ, എവിടെയാണ് അവരെ കിടക്കുന്നതെങ്കിൽ അവരെ ഹദ്റത്തിലേക്ക് പച്ചപ്പട്ടിൽ പൊതിഞ്ഞ പ്രകാശമാക്കിയിട്ട് അതിനെ കൊണ്ടു ചെല്ലുന്നു. എന്നിട്ടോ ആ പ്രകാശത്തെ കൊണ്ടു ചെല്ലുന്ന സമയത്ത് അയാളോട് പറയുന്നു, ഹാദിഹി ഹദിയത്ത് ഫുലാൻ, നാട്ടിൽ ജീവിക്കുന്ന ഇന്നാലിന്ന മനുഷ്യനില്ലേ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, നിന്റെ മകൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, നിന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, നിന്റെ ഭാര്യ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, നിന്റെ കുടുംബങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ആരാണിത് കൊടുത്തയച്ചതെങ്കിൽ അയാളുടെ പേര് പറഞ്ഞ് മയ്യത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് മഹദിയായ റാബിയത്തുൽ അദവിയ്യ. ഓർക്കണം, നമ്മള് പ്രിയപ്പെട്ട നമ്മുടെ ഉപ്പ ഖബറിൽ കിടക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മ ഖബറിൽ കിടക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട പലരും ഖബറിൽ കിടക്കുന്നുവെങ്കിൽ, നമ്മളൊരു മകൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട്, നമ്മുടെ ഒരു മകള് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഖബറിൽ കിടക്കുന്ന ഉപ്പ സന്തോഷിക്കണം, ഖബറിൽ കിടക്കുന്ന ഉമ്മ സന്തോഷിക്കണം. ഇതുപോലത്തെ നന്മയുടെ സദസ്സുകൾ വരുമ്പോ, ഇതുപോലത്തെ നല്ല നല്ല സംവിധാനങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോ, അവരെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു രോഗിക്ക് ഒരു മാസത്തെ ചികിത്സക്കുള്ള പണം കൊടുക്കുമ്പോ, അവരെ ഉദ്ദേശിച്ചുകൊണ്ട് നല്ല മജ്‌ലിസുകളിൽ വെച്ച് ദുആ ചെയ്യിപ്പിക്കുമ്പോ അതിന്റെ ഫലമത് ഖബറിൽ കിടക്കുന്ന ഉപ്പ അനുഭവിക്കുകയാണ്, ഉമ്മ അനുഭവിക്കുകയാണ്. എൻ്റെ ഒരു മകൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട്, എൻ്റെ
ഒരു മകള് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം റാഹത്തോടെ സന്തോഷത്തോടെ ഖബറിൽ എനിക്ക് കഴിയാമല്ലോ. വാപ്പ സന്തോഷത്തിലാണ്, ഉമ്മ സന്തോഷത്തിലാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ വാപ്പ നമ്മെ കൊണ്ട് സന്തോഷിച്ചാല്, നമ്മുടെ ഉമ്മ നമ്മളെ കൊണ്ട് സന്തോഷിച്ചാല്, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ കൊണ്ട് സന്തോഷിച്ചാല് ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന, അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നേട്ടമതല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർക്കണേ, പാവങ്ങൾക്ക് വേണ്ടി ഇവിടെ റിലീഫ് സെല്ലുകൾ പ്രവർത്തിക്കുമ്പോ, ഇവിടുത്തെ സഹചാരികൾ പ്രവർത്തിക്കുമ്പോ, നാട്ടിലുള്ള പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുമ്പോ മനസ്സറിഞ്ഞുകൊണ്ട് മരിച്ചുപോയവരെ ഉദ്ദേശിച്ചുകൊണ്ട് വല്ലതും അതിലേക്ക് കൊടുത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരെ അർവാഹികളെ സന്തോഷിപ്പിക്കണേ. അല്ലാഹുവിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്തരം നല്ല സംവിധാനങ്ങളോട് അരുചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. വലിയ തൗഫീഖാണത്, ഇത്തരം നല്ല സംരംഭങ്ങളോട് സഹകരിക്കുക എന്നത്. പ്രിയപ്പെട്ടവർ മരിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യണം. നമ്മള് അതവരനുഭവിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ബിശ്റബിനുൽ മൻസൂർ എന്നവരെ പഠിപ്പിക്കുക. ബിശ്റബിനുൽ മൻസൂർ എന്നവരെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങള് തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. ബഹുമാനപ്പെട്ട ബിശ്റബിനുൽ മൻസൂർ തങ്ങള് അവർ പറയുന്നു, ലമ്മാ കാന സമനുത്താഊൻ, പ്ലാഗരോഗം പടർന്നു പിടിച്ചോ, ആരും പുറത്തിറങ്ങാൻ മടിക്കുന്ന ഒരു കാലം വന്നപ്പോ, കാന റജുലുൻ യഖ്തലിഫു ഇലൽ ജിനാബ, പള്ളിയുടെ ഭാഗത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ എന്നും വരാറുണ്ട്. പള്ളിയുടെ ഖബർസ്ഥാനിന്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഫയശ്ഹദു സ്വലാത്ത അലൽ ജനായിസ്, അവിടെയുള്ള ജനാസകൾക്ക് നിസ്കരിക്കാറുണ്ട്. വഇദാ അംസാ വഖഫ അലാ ബാബിൽ മഖാബിരി, അങ്ങനെ വൈകുന്നേര സമയമായാൽ പള്ളിയിൽ നിസ്കരിക്കുന്നു, പള്ളിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. വൈകുന്നേര സമയം വീട്ടിലേക്ക് മടങ്ങുന്നതിന്റെ മുമ്പ് ഖബർസ്ഥാനിന്റെ ഭാഗത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പള്ളിയുടെ പരിസരത്ത് മറവിട്ട് കിടക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളില്ലേ, ഒരുപാട് മുഅ്മിനാത്തുകളില്ലേ, പ്രിയപ്പെട്ട പലരും പള്ളിപ്പറമ്പിൽ മറവിട്ട് കിടക്കുന്നില്ലേ, അവർ മറവിട്ട് കിടക്കുന്ന ഖബർസ്ഥാനിന്റെ ചാരത്തേക്ക് അയാൾ വരുന്നു. അയാൾ വന്നിട്ട് പറയുന്നു, ആനസല്ലാഹു വഹ്ശതികും, നിങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളില്ലേ, പ്രയാസങ്ങളില്ലേ, കാടത്വമില്ലേ, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് രക്ഷ തരട്ടെ. വറഹിമല്ലാഹു വറബതികും, നിങ്ങളുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി തരട്ടെ, കരുണ ചെയ്യട്ടെ. വതജാവസ അൻ സയ്യിആതികും, നിങ്ങളുടെ ദോഷങ്ങളല്ല പുറത്തു തരട്ടെ. ഖബർസ്ഥാനിന്റെ ചാരത്ത് വന്ന് വൈകുന്നേര സമയം പ്ലാഗ് രോഗം നാട്ടിൽ പടർന്നു പിടിക്കുന്ന കാലത്ത്, ആളുകൾ പുറത്തിറങ്ങാൻ മടിക്കുന്ന കാലത്ത്, ഒരാൾ പോലും അങ്ങാടിയിലേക്കും പള്ളിയിലേക്കും വരാത്ത സമയത്ത് ഒരു മനുഷ്യത പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു. പള്ളിപ്പറമ്പിനടുത്തേക്ക് വന്നുകൊണ്ട് പ്രിയപ്പെട്ടവർ മറവിട്ട് കിടക്കുന്ന ഖബർസ്ഥാനിന്റെ ചാരത്ത് വന്നുകൊണ്ട് അദ്ദേഹം അതാ അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നു. അയാൾ പോലും ഇതിന്റെ ഫളീലത്ത് മനസ്സിലാക്കിയിട്ടില്ല, ഇത്ര വലിയ സ്ഥാനണ്ടതിന് മനസ്സിലാക്കിയിട്ടില്ല. അയാളതാ അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയിട്ട് ലാ യസീദു അലാ ഹാദിഹിൽ കലിമാത്ത്, ഇത്ര മാത്രമേ അയാൾ ദ്വാരക്കാറുള്ളൂ. അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ, ദോഷങ്ങൾ അല്ലാഹു പുറത്തരട്ടെ. ഇങ്ങനെ 2-3 വാക്കിൽ പ്രാർത്ഥന നിർത്തിയിട്ട് എന്നും അദ്ദേഹം വീട്ടിലേക്ക് തന്നെ തിരിച്ചു മടങ്ങും. എന്നിട്ടോ ബഹുമാനപ്പെട്ടവർ പറയാണ്, ഒരു ദിവസം വന്നോ, ഒരു ദിവസം വന്നപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ കുടുംബത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. വലം ആതിലൽ മഖാബിറ, അന്ന് ഞാൻ ഖബർസ്ഥാനിലേക്ക് പോയില്ല, ഖബറാളികളുടെ ചാരത്തേക്ക് ഞാൻ പോയില്ല, പള്ളിയിൽ പോയി നിസ്കരിച്ചോ. കഴിഞ്ഞതിന് ശേഷം എന്റെ അഖിലുകാരുടെ അടുക്കേക്ക് വീട്ടിലേക്ക് പെട്ടെന്ന് പോരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഖബർസ്ഥാനിലേക്ക് ഞാൻ തിരിഞ്ഞു നിന്നില്ല, ഖബറാളികളെ ഞാൻ നോക്കി പ്രാർത്ഥിച്ചില്ല. അങ്ങനെ പ്രാർത്ഥന നടക്കാതെ ഞാൻ വീട്ടിലേക്ക് പോന്നു. എല്ലാ ദിവസവും അവർക്ക് വേണ്ടി ആർക്കും ആ ഖബറുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് കുറച്ചോനെ ഇവർക്ക് പുറത്തെടുക്കണേ അല്ല. പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും അടക്കമുള്ള പലരും ഈ ഖബറുകളിൽ കിടക്കുന്നുണ്ട്, അവർക്ക് പൊറുക്കണേ അല്ല, ദോഷങ്ങളെ പൊറുക്കണേ അല്ല. ഈ മനുഷ്യനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, ഒരു ദിവസം പ്രാർത്ഥിക്കാതെ മടങ്ങുന്നു, വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അന്ന് രാത്രി അദ്ദേഹം
കടന്നുറങ്ങുന്നു. അന്ന് രാത്രി അദ്ദേഹം കടന്നുറങ്ങുന്ന സമയത്ത് ഒരുപാട് സൃഷ്ടികൾ ഉറക്കത്തിൽ വരുന്നു. അവരെന്റെ അടുക്കലേക്ക് വരുന്നു. ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞുകൊണ്ട് എന്റെ അടുക്കലേക്ക് വരുന്നു. എന്നിട്ട് എന്നോട് വന്നിട്ട് പറയുന്നു, നിങ്ങൾ ആരാണെന്ന് ഞാൻ ചോദിക്കുന്നു. ഉറങ്ങിക്കിടക്കുക, ഉറക്കത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വന്നു, ഒരുപാട് ആളുകൾ വരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങളെ എനിക്ക് മനസ്സിലായില്ലല്ലോ. ആ സമയത്ത് വന്ന ആളുകൾ പറഞ്ഞു, നഹ്നു അഹ്ലുൽ മഖാബിറ, ഞങ്ങളെ ഖബറാളികളാണ്. നിങ്ങളുടെ നാട്ടിലുള്ള പള്ളിപ്പറമ്പിൽ മറവട്ട് കിടക്കുന്ന ഖബറാളികളാണ് ഞങ്ങള്. എല്ലാ ദിവസവും നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഖബറിന്റെ ചാരത്ത് വന്ന് പള്ളിപ്പറമ്പിന്റെ ചാരൊരു മൂലയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാറില്ലേ? ആ ഖബറിൽ കിടക്കുന്ന ഖബറാളികളാണ് ഞങ്ങള്. നിങ്ങൾ എന്തിനാണ് വന്നത്? വന്ന കാര്യം മനസ്സിലായില്ലല്ലോ. ആ സമയത്ത് വന്നവര് പറഞ്ഞു കൊടുത്തത്രേ, ഇന്നക ഖദ് അബ്ബതനാ മിൻക ഹദിയതൻ ഇൻദ ഇൻസിറാഫിക. പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ നിങ്ങൾ വരുന്നോ? നിസ്കാരം കഴിഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുമ്പോ വീട്ടിലേക്ക് പോകുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഞങ്ങൾക്കൊരു സ്വതക്ക തരാറുണ്ടല്ലോ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്താറുണ്ടല്ലോ, ഞങ്ങളെ ചാര വന്നൊരു സലാം പറയാറുണ്ടല്ലോ. ആ സലാം ഇന്നലെ ഞങ്ങൾക്ക് ലഭിച്ചില്ല. ഇന്നലത്തെ ദിവസം നിങ്ങൾ ഞങ്ങളോട് സലാം പറഞ്ഞില്ലല്ലോ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. നോക്കണം, നിങ്ങള് മാഹിയ അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് തരുന്ന സ്വതക്ക? ഞാൻ നിങ്ങൾക്ക് സ്വതക്ക തരാറുണ്ടെന്നോ? എന്താണ് ഞാൻ നിങ്ങൾക്ക് തരാറുള്ള സ്വതക്ക? ആ സമയത്ത് വന്ന സൃഷ്ടികൾ, ആ ജീവികൾ, ആ വന്ന ആളുകൾ പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ പള്ളിയുടെ ഒരു മൂലയിൽ നിന്ന് ഖബർസ്ഥാനിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഇവർക്ക് കരുണ ചെയ്യണേ അല്ലാ. പള്ളിപ്പറമ്പിന്റെ ഒരു മൂലക്ക് നിന്നുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യാറില്ലേ? ആ ദുആകൾ നിങ്ങൾ ഞങ്ങൾക്ക് തരാറുള്ള ഹദിയകളാണ്, സ്വതക്കകളാണ്. ഞങ്ങളെ ഖബറിലേക്ക് അത് വന്നുകൊണ്ടിരിക്കാറുണ്ട്. പിന്നെ ഞാൻ മരണം വരെ അത് ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഖബറിൽ കിടക്കുമ്പോ അവർക്കൊരു സലാം നമ്മൾ ചൊല്ലിയാല്, അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നമ്മൾ നടത്തിയാല്, അവർക്ക് വേണ്ടി ഒരു ഹദിയ നമ്മൾ ചെയ്താല് നഷ്ടപ്പെട്ടു പോകുന്നില്ല, അവർക്കത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ടവർ മഹാന്മാര് പഠിപ്പിച്ചു തന്നതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ സ്വതക്കകള്, നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകള് മരിച്ചു കിടക്കുന്ന ഉപ്പാനെ ഉദ്ദേശിച്ചുകൊണ്ട്, മരിച്ചു കിടക്കുന്ന ഉമ്മാനെ ഉദ്ദേശിച്ചുകൊണ്ട്, ഖബറിൽ പുണ്യനബി പഠിപ്പിച്ചില്ലേ, ഒരു മയ്യത്തിനെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാല് ആ മയ്യത്ത് ഖബറിൽ കഴിയുന്നത് നിലയില്ലാതെ ഒലിച്ചു പോകുന്ന വെള്ളത്തിൽ നിന്ന് പുറത്തേക്കൊരു പിടിവള്ളിക്ക് വേണ്ടി കൈനീട്ടി യാചിക്കുന്നവനെ പോലെയാണ് ഒരു മനുഷ്യൻ ഖബറിൽ കിടക്കുന്നതെന്ന് പഠിപ്പിച്ചില്ലേ. നമ്മുടെ മക്കളായ നമ്മുടെ സ്വതക്ക പ്രതീക്ഷിച്ചുകൊണ്ട്, മക്കളായ നമ്മുടെ ദുആഇനെ പ്രതീക്ഷിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട ഉപ്പ ഖബറിൽ കിടക്കുന്നുണ്ട്, പ്രിയപ്പെട്ട ഉമ്മ ഖബറിൽ കിടക്കുന്നുണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട് റിലീഫിന് വേണ്ടി, മനസ്സറിഞ്ഞുകൊണ്ട് സഹചാരിക്ക് വേണ്ടി, മനസ്സറിഞ്ഞുകൊണ്ട് നന്മയുടെ സംരംഭങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ഒരു ദുആ നമ്മൾ നടത്തുമ്പോ, ഒരു സ്വതക്ക കൊടുക്കുമ്പോ ഖബറിൽ കിടക്കുന്ന ഉപ്പ സന്തോഷിക്കുകയാണ്, ഖബറിൽ കിടക്കുന്ന ഉമ്മ സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കണേ. ഈ സംവിധാനത്തിന്റെ കീഴില്, ഈ സംരംഭത്തിന്റെ കീഴില് നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ കുട്ടികളെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ഇല്ല, നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ദുനിയാവിൽ നമുക്ക് അവരെ കൊണ്ട് സന്തോഷിക്കാൻ കഴിയുമെങ്കിൽ ആഖിറത്തിലും നമ്മളെ മക്കളെ കൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ കഴിയുമല്ലോ. ഒരിക്കലും തന്നെ വേണ്ടാവൃത്തിയിലേക്ക്, ഒരിക്കലും തന്നെ നീചവൃത്തിയിലേക്ക് നമ്മളെ മക്കളെ കൊണ്ടുപോകുന്ന പ്രസ്ഥാനമല്ലല്ലോ. നന്മയുടെ വഴികളിലേക്ക്, ഹിദായത്തിന്റെ വഴികളിലേക്ക്, 5 വക്ത് നിസ്കരിക്കണമെന്ന് പറയാൻ, പള്ളിയിലേക്ക് വരണമെന്ന് പറയാൻ, മദ്രസകളിലേക്ക് വരണമെന്ന് പറയാൻ, ഇതുപോലത്തെ നല്ല സദസ്സുകളിൽ നിങ്ങൾ മുന്നിലുണ്ടാവണമെന്ന് പറയാൻ, ഈ സംവിധാനത്തിലൂടെ വളരുന്ന മക്കളെ കൊണ്ട് നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ അൽഹംദുലില്ലാഹ്, നമ്മുടെ മക്കളെ ഈ പ്രവർത്തകരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവരെ കൊണ്ട് നമ്മുടെ നാട് ദീൻ സജീവമാകുന്നു. നമുക്ക് അൽഹംദുലില്ലാഹ് സന്തോഷിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ സംവിധാനം ഇവിടെ നിലനിൽക്കുമ്പോൾ ഹൃദയത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ വേണ്ടത് അതിന് ചെയ്തു കൊടുക്കണം. വലിയ തൗഫീഖാണത്,
വലിയ തൗഫീഖാണത്. നമ്മൾ ഈ സംവിധാനം ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം അതിന് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കണം. നാട്ടിലൊരു രോഗിയും കഷ്ടപ്പെടരുത്, നാട്ടിൽ രോഗി കഷ്ടപ്പെടരുത്. ഒരു പാവപ്പെട്ടവനും ഇല്ലാത്തതിൻ്റെ പേരിൽ കഷ്ടപ്പാട് അനുഭവിക്കരുത്. ആവശ്യമുള്ളത് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം. പ്രത്യേകിച്ച് ഇവിടെ മജ്‌ലിസ് നൂറിന്റെ വാർഷികം കൂടി നടക്കുകയാണല്ലോ. മഹാന്മാരായ ബദരീൻ കൂടെ അറുവാഹിനെ കൂടെ പ്രതീക്ഷിക്കുന്ന അവരുടെ വാർഷികം നടക്കുന്ന ഒരു മജ്‌ലിസ് കൂടിയാണല്ലോ. നല്ലൊരു സദസ്സ് കൂടിയാണ്. അൽഹംദുലില്ലാഹ് ഇങ്ങനത്തെ മജ്‌ലിസുകളിൽ വെച്ച് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അത് തന്നെയാണ് ദുനിയാവ് രക്ഷപ്പെടാന്, ആഖിറം രക്ഷപ്പെടാന്, നമ്മുടെ പല പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാൻ നമുക്കത് കാരണമാകുന്നത്. അൽഹംദുലില്ലാഹ് വലിയ തൗഫീഖാണത്. ഈ ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നിഞ്ഞ് പറഞ്ഞാൽ നാളെ ആരും വരില്ല. എന്നാൽ തന്നെ അത്ര നേരം വൈകിക്കണം. ഇനി നാളെയും കൂടി വയ്ക്കാറോ എന്ന് പറയും. നാളെ ഇൻഷാ അല്ലാഹ് നമ്മളെ സാലിം ഫൈസി കുളത്തൂരാണ് പ്രഭാഷണം നടത്തുന്നത്. ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഏത് ബുക്കിൽ നോക്കിയാലും ബഹുമാനപ്പെട്ടവരെ പ്രഭാഷണങ്ങൾ കാണാം. ആർക്കും ആകർഷണീയമാകുന്ന രൂപത്തിൽ നല്ല അവതരണക്കാരൻ ബഹുമാനപ്പെട്ടവർ. അതിനുശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ OM സൈനുലാബി തങ്ങളുടെ നേതൃത്വത്തിൽ പറഞ്ഞ് പരിചയപ്പെടുത്തി തരേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ തൊട്ടപ്പുറത്ത് വരക്കുളത്ത് ജലാലിയ റാത്തീബ് നടക്കുന്നുണ്ട്. ആ റാത്തീബിൽ എല്ലാ മാസവും ബഹുമാനപ്പെട്ടവർ നേരിട്ട് വന്ന് ആത്മീയമായ സദസ്സിന് നേതൃത്വം കൊടുക്കുന്നു. അവിടെ ദുആകളും മറ്റൊക്കെ നടക്കാറുണ്ട്. പലർക്കും അതിലൂടെ പല അനുഭവങ്ങളും ഒരുപാട് നേട്ടങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിലുള്ള ഭക്തിസാന്ദ്രമായ ദുആ അവിടെ നടക്കും. അതിനുശേഷം അന്നദാനത്തോടുകൂടി ബറക്കത്തിൻ്റെ ഭക്ഷണം വിതരണം ചെയ്ത് മജ്‌ലിസ് നൂറിൻ്റെ വാർഷികമാണല്ലോ, ഭക്ഷണവും വിതരണം ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് റാഹത്തോടു കൂടി പിരിയണം. നാളെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ മജ്‌ലിസ് നൂർ ഓതുന്നു. അത് കഴിഞ്ഞ ഉടനെ സാലിം ഫൈസി ഉസ്താദിൻ്റെ പ്രഭാഷണം നടക്കുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട സൈനുലാബി തങ്ങളുടെ നേതൃത്വത്തിലുള്ള ദുആയും നടന്ന് ഭക്ഷണ വിതരണം നടത്തി ഇൻഷാ അല്ലാഹ് റാഹത്തോടെ പിരിഞ്ഞു പോകുന്ന ഒരു ഷെഡ്യൂളാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാവരും നേരത്തെ പരിപാടിയിലേക്ക് എത്തിച്ചേരണമെന്ന് ഒരിക്കൽ കൂടി സംഘാടകർക്ക് വേണ്ടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്തു പിരിയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. മരണപ്പെട്ടു പോയ ഭർത്താവിൻ്റെ പേരിൽ ദുആ ചെയ്യാൻ 501. കുട്ടിയുടെ അപസ്മാര രോഗം ശിഫയാവാൻ വേണ്ടി ഒരു സഹോദരി. മരണപ്പെട്ടു പോയ മകന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി. SKSSFൻ്റെ പ്രവർത്തകൻ കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റിലാണ്, ദുആ ചെയ്യാൻ. കുടുംബത്തിൽ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി മക്കളുടെ പഠനത്തിൽ ഉന്നത വിജയത്തിന്, മക്കൾ സ്വാലിഹീങ്ങളാകാൻ വേണ്ടി, കച്ചവടത്തിൽ ബറക്കത്തും ഉണ്ടാവാൻ വേണ്ടി, ദ്വാരക്കാൻ വേണ്ടി, ഇങ്ങനെ വിധങ്ങളായ ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ വാക്കിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ രാജാതിരാജനായ തമ്പുരാനെ ഞങ്ങളെ ഈ മജ്‌ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളിവിടെ പറഞ്ഞത് ഞങ്ങൾ കേട്ടത് സർവ്വവും നീ കബൂലാക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിന്റെ ഹക്ക് ജാഗ് ബറക്കത്ത് കൊണ്ട്, ഇത് മജ്‌ലിസ് നൂറിന്റെ വാർഷികം കൂടിയാണല്ലോ, മഹാന്മാരായ ബദരീങ്ങളെ ഹക്ക് ജാഗ് ബറക്കത്ത് കൊണ്ട്